നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാ വർഷവും ഫെബ്രുവരി 10 നാം ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കാറുണ്ട്. വിരജന്യ രോഗങ്ങളെക്കുറിച്ചും വിരജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ദേശീയ വിരവിമുക്ത ദിനത്തെക്കുറിച്ചും വിരജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് നിത്യജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, അസിസ്റ്റന്റ് സർജൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം സർ. സർ, ഇന്ന് ഫെബ്രുവരി 10 നാം ദേശീയ വിരവിമുക്ത ദിനമായിട്ട് ആചരിക്കുകയാണ്. വിരജന്യ രോഗങ്ങളുടെ പ്രതിരോധത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. നമുക്ക് ഇന്നത്തെ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വിരജന്യ രോഗങ്ങളുടെ തോത് ഏകദേശം 90%. നമ്മൾ ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു ദിനത്തിൽ വിരജന്യ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 65% ആളുകൾക്ക് വിരജന്യ രോഗമുണ്ട് എന്നാണ് ശരാശരി കണക്കുകൾ, ശരാശരി റിപ്പോർട്ടുകൾ നമ്മോട് പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഉള്ളിലേക്ക് പോകുന്ന വിരകളെക്കുറിച്ചും ആ വിരകളിൽ ആദ്യം കൊക്കോ പുഴുവിനെക്കുറിച്ചും ഹുക്വയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ സാമൂഹ്യപാഠം ആരംഭിക്കാൻ തോന്നുന്നു. പറയാം സർ. ഇന്നേക്ക് ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പേപ്പറസ് ചുരുളുകളിലാണ് ഹുക്കുവം അഥവാ കൊക്കപ്പുഴുവിനെ പറ്റി ആദ്യമായി പരാമർശിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതാണ്ട് 90% ആൾക്കാർക്ക് വിരശല്യം ഉണ്ടായിരുന്നു. അന്ന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ വന്നിട്ട് വെളിയിട വിസർജനം അത് പാടില്ല, ചെരുപ്പ് ധരിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ അതിനെ കുറച്ചു കൊണ്ടുവന്നു. എങ്കിൽ പോലും ഇപ്പോൾ കണക്കുകൾ കാണിക്കുന്നത് ഭാരതീയരിൽ 65% ആൾക്കാർക്ക് വിരശല്യം ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ വിരശല്യം എന്ന് പറയുമ്പോൾ ഒരാളല്ല, പലതരത്തിലുള്ള വിരകളുണ്ട്. അതിൽ സർവ്വസാധാരണമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് അറിയാവുന്നതും സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഏതാനും വിരകളെ പറ്റിയിട്ടാണ് നമുക്കിന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് കൊക്കപ്പുഴു അഥവാ ഹുക്കുവം എന്നാണ്. കൊക്കപ്പുഴു ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. പടിഞ്ഞാറൻ നാടുകളിൽ കാണുന്നതും പൗരസ്ത്യ ദേശങ്ങളിൽ കാണുന്നതും. പക്ഷേ ഇത് 2 ടൈപ്പും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ലഭ്യമായ കണക്കുകൾ വെച്ചിട്ട് ഏതാണ്ട് 48 കോടി ആൾക്കാർക്ക് കൊക്കപ്പുഴു ബാധയുണ്ട്. അതുകൊണ്ട് തന്നെ 48 ലക്ഷം ലിറ്റർ രക്തം ഓരോ ദിവസവും അത്രയും മനുഷ്യരിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. ഈ കൊക്കപ്പുഴുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ദിവസം ഇടുന്ന മുട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് 25,000 തൊട്ട് 30,000 വരെയാണ്. ഒരു കൊക്കപ്പുഴുവിൻ്റെ ആയുസ്സിൽ അത് 1,80,00,000 തൊട്ട് 5,40,00,000 വരെ മുട്ടകളാണ് ഇട്ടുമാറ്റുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു തീരെ ചെറിയ ഒരു പുഴുവിൽ നിന്നാണ് ഇത്രത്തോളം മുട്ടകളും ഇത്രത്തോളം വംശവർദ്ധനവും നടക്കുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത്തരം കൊക്കപ്പുഴു ബാധ എന്ന് പറയുന്നത് അതെങ്ങനെ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ ഹുക്കുവയെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയുണ്ടായി. തീരെ ചെറിയ ഒരു ജീവിയിൽ നിന്നാണ് ഇത്രയും വലിയൊരു വംശവർദ്ധനവ് ഉണ്ടാകുന്നത് എന്നും പൗരസ്ത്യ ദേശങ്ങളിലൊക്കെ ഈ കൊക്കോപ്പുഴുവിൻ്റെ അതിൻ്റെ ഒരു വ്യാപനം കാണുന്നു എന്നും പറഞ്ഞു നിർത്തുകയുണ്ടായി. സർ, ഇതിൻ്റെ ഒരു ജീവിത ചക്രം എത്തരത്തിലാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ പോയിട്ടുള്ള കൊക്കപ്പുഴു എന്ന് പറയുന്നത് അത് ഇടുന്ന മുട്ടകൾ അത് മലത്തിലൂടെയാണ് പുറത്തേക്ക് പോവുക. അങ്ങനെ പുറത്തു പോകുന്ന മുട്ടകൾ ആ സമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്റ്റീവ് അല്ലെങ്കിൽ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. തീർച്ചയായിട്ടും. മലത്തിലൂടെ പുറത്തു പോകുന്ന മുട്ടകളിൽ ഒരു ദിവസത്തിനുള്ളിൽ അതിനകത്ത് ഭ്രൂണം, എംബ്രിയോ എന്ന് പറഞ്ഞ സംഭവം അതിങ്ങനെ ആയി വരും. 2 ദിവസങ്ങൾ ആകുമ്പോഴത്തേക്കും അത് രണ്ടാമത്തെ ഒരു ലാർവൽ സ്റ്റേജിലേക്ക് പോകും. ലാർവ ഒരു 3 തൊട്ട് 5 ദിവസം കൊണ്ട് 3ാമത്തെ ലാർവ സ്റ്റേജിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ലാർവ അടങ്ങിയ മുട്ട ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ മണ്ണിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും
നമ്മൾ ഈ പറയുന്ന വെളിയുടെ വിസർജനം എന്നൊക്കെ പറയുന്നത് പാടില്ല എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് കിടക്കുകയാണെങ്കിൽ വലിയ വെയിലോ ഒന്നും അടിക്കുന്നില്ല, ഒരു ഷെയ്ഡി, ഒരു അല്പം തണലും മറ്റതൊക്കെ ഉള്ളൊരു സ്ഥലത്തൊക്കെയാണ് അത് കിടക്കുന്നത് എങ്കിൽ അവിടെ കൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ കാലിൻ്റെ തൊലിക്കടിയിൽ എന്ത് ചെയ്യുന്നു, ഈ ലാർവ കയറുന്നു. അതല്ല ഇനി ഏതെങ്കിലും കർഷകരോ അല്ലെങ്കിൽ ഈ ഖനി തൊഴിലാളികൾ പോലെ മണ്ണ് മാന്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെടികളുമായിട്ടൊക്കെ നിൽക്കുന്ന, മണ്ണ് മാന്തി ചെടി വയ്ക്കുന്ന അത്തരം ജോലികൾ നിൽക്കുന്നവരുടെ കൈകളിലൂടെ കൂടുതലും കാലിലൂടെ കയറുമ്പോൾ ആ കയറുന്ന സ്ഥലത്തുണ്ടാകുന്ന ചൊറിച്ചിൽ അതിനെ ഗ്രൗണ്ട് ഇച്ച് എന്നാണ് പറയുക. മണ്ണുമായിട്ട് സമ്പർക്കം വന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ചൊറിച്ചിൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ തൊലിക്കടിയിൽ കയറുന്ന, തൊലിയിൽ പറ്റിപ്പിടിക്കുന്ന ഈ ലാർവ എന്ന് പറയുന്നത് തൊലിക്ക് തൊട്ട് താഴെയുള്ള കലകൾ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, അവിടങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്നും തീരെ ചെറിയ സിരകൾ, വെന്യൂൾസ് എന്ന് നമ്മൾ പറയും, അതിലൂടെ സഞ്ചരിച്ച് നേരെ ഹൃദയത്തിൻ്റെ വലത് ഭാഗത്തെത്തും. തീർച്ചയായിട്ടും അവിടെ നിന്നും രക്തം പമ്പ് ചെയ്ത് ഇത് പോയിട്ട് ശ്വാസകോശത്തിലേക്ക് വരുന്നു, ലങ്സ്. ശ്വാസകോശത്തിൽ ഒരു പരിധി കഴിയുമ്പോൾ ഇതിങ്ങനെ പതുക്കെ കയറി 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 നമ്മുടെ തൊണ്ടയിലേക്ക് വരുന്നു. നമുക്ക് അവിടെ ഒരു ചെറിയ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നാതിരിക്കാം. എനിവേ അവിടെ വരുമ്പോൾ നമ്മൾ ഈ വിഴുങ്ങൽ പരിപാടി, വായു അറയിൽ നിന്നും നേരെ കയറി വിഴുങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ദഹന വ്യവസ്ഥയിലേക്ക്, ആമാശയത്തിലേക്ക്, ചെറുകുടലിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ അവിടെ ചെല്ലുന്ന വയറ്റിലേക്ക് പോകുന്ന ഈ പറയുന്ന കൊക്കപ്പുഴുവിൻ്റെ കുഞ്ഞു സംഭവം എന്ന് പറയുന്നത് ഒരു 6 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനൊരു ലൈംഗിക പ്രത്യുൽപാദനത്തിനുള്ള കഴിവ് അത് നേടുന്നു. അങ്ങനെ നേടിക്കഴിയുമ്പോഴത്തേക്കും ഒരു 6 മാസം വരെ വേണമെങ്കിലും ഇത് നീണ്ടുപോകാം. അങ്ങനെ കിട്ടുന്ന, അല്ലെങ്കിൽ അത്തരം കൊക്കപ്പുഴുകളെന്ന് പറയുന്ന ആണും പെണ്ണും കൂടെ ഇണചേർന്ന് കഴിഞ്ഞാൽ ഈ പെൺപുഴു ഇടുന്ന മുട്ടകളുടെ എണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ദിവസം 25,000 തൊട്ട് 30,000 വരെ. ഇതിന് പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഒരു മരണം സംഭവിക്കുന്നില്ല. അതിൻ്റെ ശരാശരി ആയുസ് വരെ അത് ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ 1,80,00,000 തൊട്ട് 5,40,00,000 വരെ ആണ് ഒരു കൊക്കപ്പുഴു ഇടുന്ന മുട്ടയുടെ എണ്ണം. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, നമ്മുടെ ഉള്ളിലേക്ക് കുറേ അധികം വിരകൾ പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരാളിൽ നിന്നും, ഒരു മനുഷ്യനിൽ നിന്നും പുറത്തേക്ക് വരുന്ന മുട്ടകളുടെ എണ്ണം എത്രയായിരിക്കും എന്നുള്ളത്. തീർച്ചയായും സാർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം മാഡം, പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? പേര് ഷീജ ഉണ്ണി, കുറ്റിയാനി മൈത്രി നഗറിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ മാഡം, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. എനിക്ക് ചോദിച്ചോളൂ മാഡം, വ്യക്തമായി കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഓ സാർ, നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് സാർ, 1 വയസ്സ് മുതൽ 63 വയസ്സായ മുതിർന്ന ആൾക്കാർ വരെ ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ സാർ? ഞങ്ങൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞുഭാവിക്ക് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ സാർ? മുതിർന്ന ആൾക്കാരും ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഓക്കെ മനസ്സിലായി മാഡം, സാർ ഉത്തരം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ പാഠത്തിൽ നമ്മൾ പലധികം വിരകളെ പറ്റി പറയുന്നുണ്ട്. അതിലിപ്പോൾ കൊക്കപ്പുഴു ബാധയാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മലദ്വാരത്തിന് സമീപമുള്ള ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന നൂൽപ്പുഴുവിൻ്റെ കാര്യത്തിലേക്ക്, പിൻവേമിലൊക്കെ വരുമ്പോഴാണ് ഈ ചൊറിച്ചിൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ മലത്തിലൂടെ കൃമികൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 1 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് സാധാരണ കൊടുക്കുന്ന മരുന്നിൻ്റെ പകുതിയും, 2 വയസ്സ് തൊട്ട് മുകളിലോട്ട് ഏത് പ്രായക്കാർക്കും സെയിം ഡോസുമാണ് കൊടുക്കുക. ഇനി 1 വയസ്സിൽ താഴെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാറില്ല. വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സിറപ്പ് രൂപത്തിലും മറ്റ് ചില സംഗതികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനി അടുത്തതിൽ പറയും, വീട്ടിൽ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ മുട്ടകളും അതിൻ്റെ വ്യാപനവും വരുന്നത്. അത് നമ്മൾ അടുത്ത വിരയുടെ കാര്യത്തിൽ പറയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജനസംഖ്യയിൽ 65% ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇതിനെ ഇൻഫെക്ഷൻ എന്നല്ല, ഇൻഫെസ്റ്റേഷൻ എന്നാണ് പറയുക, പരാതങ്ങൾ അകത്തുള്ള അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഒറ്റയടിക്ക് ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരേ ദിവസം മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വ്യാപനവും ഇതിൻ്റെ നിരക്കും തടയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ദേശീയ വിര വിമുക്തി ദിനമായിട്ട് ഇങ്ങനെ ആചരിക്കുന്നതും. 2 വയസ്സ് തൊട്ട് മുകളിലോട്ട് ഉള്ള എല്ലാവർക്കും 400 മില്ലിഗ്രാമിൻ്റെ ആൽബൻഡസോൾ ഗുളിക ഒറ്റ ഡോസ്. ഇനി 1 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ പകുതി 200 മില്ലിഗ്രാം മതിയാവും. 1 വയസ്സിൽ താഴെ അത് കൊടുക്കാറില്ല, കാരണം അങ്ങനെ കാണാറില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പാരൻ്റൽ പാമൈറ്റ് പോലുള്ള മരുന്നുകൾ, സിറപ്പ് സംഗതികളാണ് നമ്മൾ കൊടുക്കുക. യൂഷ്വലി അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ വിരവിമുക്തത്തിലെ ഇതാണ് വരുന്നത്. 1 തൊട്ട് 2 വയസ്സ് വരെയുള്ളവർക്ക് പകുതി ഡോസ് 200 മില്ലിഗ്രാമും, 2 വയസ്സിന് മേപ്പോട്ട് എല്ലാവർക്കും 400 മില്ലിഗ്രാം ഒറ്റ ഡോസ്. ഇതാണ് അതിൻ്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ ഷീജ മാഡം, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി.
സാർ, ഇപ്പോൾ ഷീജ മാഡം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കൊക്കോപ്പുഴുവിൻ്റെ ഒരു ജീവിത ചക്രത്തെക്കുറിച്ചൊക്കെയാണ്. ഇത് ശരീരത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സാർ ഇപ്പോൾ ഏകദേശം സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രശ്നങ്ങളും അതിൻ്റെ ഒരു ചികിത്സാ രീതി എത്തരത്തിലാണ് നമ്മളതിനെ പ്രതിരോധിക്കേണ്ടത്, ചികിത്സിക്കേണ്ടത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഇപ്പോൾ കൊക്കോപ്പുഴുവിൻ്റെ ഒരു സൂക്ഷ്മമായിട്ട് പടം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പല്ലുകൾ പോലെ ഇരിക്കുന്ന പ്ലേറ്റ്സ് പോലെ ഇരിക്കുന്ന സംഭവം അതാണ് അത് അതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. പക്ഷേ ഈ കൊളുത്ത് എന്ന് പറയുന്നത്, ഹുക്ക് എന്ന് പറയുന്ന പേര് വരാൻ കാരണം അതിൻ്റെ മുതുക് ഭാഗത്തുള്ള ചെറിയൊരു വളവ് മൂലമാണ്. അപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുന്ന ആ ഒരു പല്ല് പോലെയുള്ള സ്ട്രക്ചർ നോക്കുക. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ രക്തരസം അഥവാ പ്ലാസ്മ എന്ന് പറയുന്ന സംഭവം മതിയാവും. അപ്പോൾ ഇതിങ്ങനെ കടിച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉള്ളത് കൊണ്ട് ഇത് കടിച്ചിട്ട് തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്തൂടെ എന്ത് ചെയ്യുന്നു, രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ വിരയ്ക്ക് അതിൻ്റെ ശരീരത്തിനുള്ളിലൂടെ പോകുന്ന മനുഷ്യൻ്റെ രക്തം എന്ന് പറയുന്നത് ദഹിക്കാതെ അൺഡൈജസ്റ്റഡ് ആയിട്ട് അത് അതുപോലെ ഇങ്ങനെ വെളിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കടിച്ച് വിട്ട് വേറൊരു സ്ഥലത്ത് കടിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പോകുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ശരീരം പുറപ്പെടുവിക്കുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടുള്ള സംഭവം ഉള്ളത് കൊണ്ട് അവിടുന്ന് എല്ലാം അല്പാൽപ്പം ഇങ്ങനെ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഏതാണ്ട് 100 കൊക്കപ്പുഴുക്കളാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ വരുന്നില്ല. എന്നാൽ 500 തൊട്ട് 1000 വരെയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്കുണ്ടാകുന്ന രക്തനഷ്ടം വളരെ അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിൻ്റെ പരിശോധന കാര്യങ്ങളെന്ന് പറയുന്നത് മലം, 1 ഗ്രാം മലത്തിൽ എത്രത്തോളം മുട്ടകൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധനയിൽ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ 1 ഗ്രാം മലത്തിൽ 5 അതിൽ കുറവോ ആണ് മുട്ടകൾ കാണുന്നതെങ്കിൽ അയാൾക്ക് നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മറിച്ച് 20-ലധികം മുട്ടകൾ 1 ഗ്രാം മലത്തിൽ കാണുകയാണെങ്കിൽ കാര്യമായ പ്രശ്നങ്ങൾ വരുന്നു. അതായത് ഈ വിളർച്ച, അനീമിയ പോലുള്ള സംഗതികൾ വരുന്നു. 1 ഗ്രാം മലത്തിൽ 50-ലധികം മുട്ടകൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള വിരകളുടെ എണ്ണം വളരെ അധികമാണ്. മാസീവ് ഇൻഫെസ്റ്റേഷൻ നമ്മൾ പറയും. ആ ഒരു രീതിയിലാണ് അതിനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തം ഇങ്ങനെ അല്പാൽപ്പം നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഹീമോഗ്ലോബിൻ, രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന അതിൻ്റെ അളവ് കുറയുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് വിളർച്ച വരും. അതോടൊപ്പം ശരീരം ആഗിരണം ചെയ്യേണ്ട പ്രോട്ടീൻ്റെ അളവ് ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. പ്രോട്ടീൻ്റെ ആഗിരണം പോകുമ്പോൾ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവിൽ കുറവ് വരും. ഹൈപ്പോപ്രോട്ടീനീമിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുന്നു. പ്രോട്ടീൻ ലൂസിങ് എൻട്രോപ്പതി എന്ന് പറയുന്ന കുടലിനെ ബാധിക്കുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇത് എന്ന് പറയുന്നത്, പക്ഷേ കൂടുതൽ ഇത് നമുക്ക് തരുന്നൊരു പ്രശ്നം വെച്ചാൽ രക്തം അങ്ങേയറ്റം കുറഞ്ഞ് വിളർച്ച വരുന്നത് കൊണ്ട് കാർഡിയാക് ഫെയിലർ, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വരെ അത് നയിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക്, കൗമാരത്തിലുള്ള കുട്ടികൾക്ക് വിളർച്ചയ്ക്ക് നമ്മൾ വൈഫ്സ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളെയും അസുഖങ്ങളാക്കി തിരിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ട് മരുന്ന് തീറ്റിക്കലാണ് നിങ്ങളുടെ ജോലിയെന്ന്. ആക്ച്വലി നമ്മൾ ഈ കണ്ണെന്ന് പറയുന്ന സാധനം ഒന്ന് താഴ്ത്തി നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം നമുക്ക് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ്. അപ്പോൾ ആ സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്തു, കുട്ടികളെല്ലാം നിർത്തി ഹീമോഗ്ലോബിൻ എത്രയുണ്ടെന്ന് നോക്കിയപ്പോഴത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, വളരുന്ന പ്രായത്തിൽ ഈ കുട്ടികൾക്ക് ഇത് കുറവാണ്. പിന്നെ അതിനകത്ത് ഹിസ്റ്ററി എടുത്തപ്പോൾ എത്ര പേർക്ക് വിരശല്യമുണ്ട് അതും കൂടെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കാണ് പ്രധാന അധ്യാപകന് മനസ്സിലായത്. നമ്മൾ എതിർക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് സയൻസിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയൺ ആൻഡ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഇരുമ്പ് സത്ത് ഗുളിക നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില കേസുകളിൽ രക്തം തന്നെ കൊടുത്തതിന് ശേഷമേ മരുന്ന് കൊടുക്കാൻ പറ്റൂ. കാരണം അത്രത്തോളം മാരകമാണ് ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ ആക്രമണവും ഇതിൻ്റെ എണ്ണവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയൊരു ജനസമൂഹത്തിൽ ഒരു ദിവസം സിംഗിൾ ആയിട്ട് കഴിക്കാവുന്ന, ഏകമായിട്ട് കഴിക്കാവുന്ന ഒരു ഗുളിക, ഒറ്റ ഡോസ് അത് കഴിക്കുമ്പോഴത്തേക്കും ഈ സംഭവങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ നിന്ന് പൊയ്ക്കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അത് കൊടുക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ 65% ജനങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇതുപോലെയുള്ള പരാതങ്ങൾ, വിരകൾ കാണുന്നു എന്നത് അതത്ര നമുക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ളൊരു കണക്കല്ല. പക്ഷേ നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ ഹുക്കുവും അഥവാ കൊക്കപ്പുഴുവുമായിട്ട് നമുക്ക് പറയാനുള്ളത്. സാർ, ഇപ്പോൾ സാർ വളരെ വിശദമായി തന്നെ ഹുക്കുവയെ കുറിച്ച്, അതിൻ്റെ ഒരു ജീവിത ചക്രത്തെക്കുറിച്ച്, എത്തരത്തിലാണ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് വ്യക്തിയിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച്, ചികിത്സ എത്തരത്തിലാകണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. സാർ, ഇനി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഉള്ളിലേക്ക് പോകുന്ന വിരകളെക്കുറിച്ചാണ്. അതിൽ നൂൽപ്പുഴുവിനെ കുറിച്ച് സംസാരിക്കാൻ പറയാം.
ഈ പിൻവേം അല്ലെങ്കിൽ നൂൽപ്പുഴു എന്ന് പറയുന്നത്. അതിൻ്റെ പടം നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ രാത്രി കാലങ്ങളിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും മലദ്വാരത്തിന് ചുറ്റും വരുന്നതുമായിട്ടുള്ള സംഭവം. അപ്പോൾ പിൻവേമിനെ പറ്റി പറയുകയാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറും, അതായത് പൗരസ്ത്യ ദേശത്തും പാശ്ചാത്യ ദേശത്തും ഒരേപോലെ കാണപ്പെടുന്ന അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന അങ്ങേയറ്റം എല്ലാവരിലും സർവ്വസാധാരണമായിട്ട് വരുന്ന ഒന്നാണ് നൂൽപ്പുഴു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രം നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒന്നാണ് ഈ നൂൽപ്പുഴു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നൂൽപ്പുഴുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു പുഴു അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് 5000 തൊട്ട് 17000 വരെ മുട്ടകൾ ഒരു ദിവസം ഇടുന്നുണ്ട്. അപ്പോൾ കൊക്കപ്പുഴുവിനെ അപേക്ഷിച്ച് ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിൽ മനുഷ്യ ശരീരത്തിൻ്റെ താപനില കുറയുന്ന സമയത്താണ് ഈ പുഴു എന്ന് പറയുന്നത് മുട്ടയിടാൻ വേണ്ടിയിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഉറക്കത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, മലദ്വാരത്തിന് സമീപം അയാൾ ഇപ്പോൾ വലം കയ്യനാണെന്നുണ്ടെങ്കിൽ ആ കൈ കൊണ്ട് ചൊറിയുന്നു. ഇപ്പോൾ നഖം വെട്ടുന്ന ഒരു ശീലം അങ്ങനെ നമ്മുടെ ആൾക്കാരിൽ ഇല്ല. നമ്മളതിപ്പോൾ സിനിമാ താരങ്ങളാവട്ടെ, സെലിബ്രിറ്റീസ് ആവട്ടെ, ഈവൻ ഡോക്ടേഴ്സ് ആവട്ടെ, നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നഖം വെട്ടുന്ന ഒരു ശീലം നമുക്കങ്ങനെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ മുട്ടകൾ പറ്റി പിടിക്കുന്നു. ആലോചിക്കണം, ഒരു പുഴു ഇടുന്നത്, ഒരു നൂൽപ്പുഴു ഇടുന്നത് 5000 തൊട്ട് 17000 വരെ മുട്ടകളാണ്. അപ്പം ഒരു സമയം കുറേ എണ്ണം വരും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കണക്കൂട്ടി നോക്കുക. അങ്ങനെ ചൊറിഞ്ഞ് കൈകളിൽ പറ്റിപ്പിടിക്കുന്ന മുട്ടകൾ നമ്മൾ ആ കൈ എടുത്തിട്ട് വസ്ത്രത്തിലൂടെ പിടിക്കുന്നു, പുതപ്പിൽ പിടിക്കുന്നു, അല്ലെങ്കിൽ തലയിണയുടെ പുറത്ത് കൈവയ്ക്കുന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പക്ഷേ പേസ്റ്റ്, ടാപ്പ്, അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ചൊറിഞ്ഞ ഈ വ്യക്തിയുടെ കൈ എവിടെയൊക്കെ തട്ടുന്നു അവിടെയെല്ലാം ഈ മുട്ടകൾ അയാൾ നിക്ഷേപിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്കും വരും. അതാണ് ഇതിൻ്റെ ചികിത്സയെന്ന് പറയുന്നത്. ഒരാൾക്ക് മാത്രം മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം മുട്ടകളുടെ പുറത്ത് നമുക്കറിയാം, ഈ സാധാരണ കോഴിമുട്ട, താറാമുട്ടയിലൊക്കെ വെള്ളക്കരു നമ്മൾ കാണുമല്ലോ, ആൽബുമിൻ എന്ന് പറയും. അതിന് ഈ ഒട്ടിപ്പിടിക്കുന്നൊരു ശീലമുണ്ട്. ഈ മുട്ടകളുടെ പുറത്തും ഇതുപോലെ ആൽബുമിനസ്, ആ മുട്ടയുടെ വെള്ള, അതുപോലെയുള്ള ആ ആൽബുമിനസ് ആയിട്ടുള്ള ഒരു സ്രവം ഇങ്ങനെ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും, ഒട്ടിപ്പിടിക്കും. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ആൾക്കാർ വളരെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സും അതിൻ്റെ പുറത്തിങ്ങനെ ലെയർ ബൈ ലെയറായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് അവിടങ്ങളിൽ ഒരാൾക്കിത് വന്നു കഴിഞ്ഞാൽ ഈ മുട്ടകൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത നമ്മളെപ്പോലെ ഉഷ്ണമേഖല രാജ്യങ്ങളെക്കാളുള്ള കൂടുതലാണ്. നമ്മൾ അത്രത്തോളം ഇറുകി അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന മുട്ടകൾ, ഒപ്പം ഈ ചൊറിയുമ്പോഴത്തേക്ക് കയ്യിൽ വരുന്ന ഇത്തരം മുട്ടകളെന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് പറ്റിപ്പിടിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ചൊറിഞ്ഞ കൈ കൊണ്ട് ഒരു തലയണയുടെ പുറത്ത് കൈവച്ചു, നമ്മൾ എഴുതിയിട്ട് പോയി. വേറൊരാൾ അവിടെ വന്ന് കിടക്കുകയാണ്, അയാളുടെ ചുണ്ട് എന്ന് പറയുന്നത് ഈ തലയണയിൽ തട്ടുകയാണെങ്കിൽ മുട്ടയകത്ത് പോകും. മാത്രമല്ല, ഇപ്പം നമ്മൾ ഇതുള്ള ഒരാൾ ഒരു കൈ കൊണ്ട് ഒരു കപ്പ് വെള്ളം ഒരു കലത്തിൽ നിന്ന് മുക്കി കുടിക്കുകയാണെങ്കിൽ ആ വെള്ളം മൊത്തം എന്തായി, ഇതായി. അപ്പം ഇത് പണ്ട് ഒരിക്കൽ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭക്ഷണം കൊടുക്കാനായിട്ട് വരുന്ന ആൾക്ക് അങ്ങനെ വലിയ വസ്ത്രവും കാര്യങ്ങളും അവിടെയൊക്കെ ചൊറിഞ്ഞിട്ടൊക്കെയാണ് ഭക്ഷണം. ഡിസ്ഗസ്റ്റിംഗ് എന്ന് നായിക പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് തട്ടുകടകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് വേണം, അതിനകത്ത് ഈ മലം പരിശോധിക്കുക, മൂത്രം പരിശോധിക്കുക, രക്തം പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ വിചാരം നമ്മൾ ഇത് ലാബുകാരുമായിട്ട് എന്തോ ടൈപ്പ് നടത്തിയിട്ട് ചെയ്യുന്നതാണ്. ഒന്നുമല്ല. ഇതൊക്കെയെന്ന് വെച്ചാൽ പോയിൻ്റ് സോഴ്സ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഏക ഉറവിടത്തിൽ നിന്നും ഒരുപാട് പേരിലേക്ക് പോകുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു വിര അവിടെ ഇരുന്ന് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ എഴയുമ്പോൾ നമുക്കൊരു ഏനൽ എക്സ്കോറിയേഷൻ അഥവാ മലദ്വാരം മൊത്തം ചൊറിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല നമ്മുടെ ഉറക്കം തടസ്സപ്പെടും. പലരിലും രാത്രി കാലങ്ങളിൽ അവർ കിടക്കുന്ന കിടപ്പിൽ മൂത്രം കൂടെ ഒഴിക്കാറുണ്ട്. ഇത് സ്ത്രീകളിൽ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ വിരകളെന്ന് പറയുന്നത് സ്ത്രീകളുടെ യോനിയിലൂടെ വജൈന അതിലൂടെ അകത്തേക്ക് പോകുന്നു, അവരുടെ മൂത്രനാളിയിലേക്ക് പോകുന്നു. ഈ വജൈന യോനിയിലേക്ക് പോകുന്ന സംഭവം അവിടെ നിന്ന് സഞ്ചരിച്ച് ഗർഭപാത്രം, അണ്ടവാഹിനി കുഴൽ, അണ്ടാശയം, ഫലോപ്പിൻ ട്യൂബ്, ഓവറി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകും. ഈ കുടലിനെയൊക്കെ ചുറ്റിനും നമുക്ക് ഒരു ഇരട്ടസ്ഥലമുണ്ട്, പെരിട്ടോണി എന്ന് പറയും. അവിടെ പോയി അണുബാധ കൊടുക്കാം. വേണ്ട കുടലിൽ തന്നെ മേപ്പോട്ട് കയറിയിട്ട് അപ്പൻഡിക്സിൻ്റെ കുഞ്ഞ് ഊട്ടയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് അതിനെ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. പല കേസുകളിലും അപ്പൻഡിസൈറ്റിസിൽ നമ്മളത് നീക്കം ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ല്യൂമനിൽ ഇരിക്കുന്നത് എന്താണ്, ഈ വിരകളാണ്. അപ്പം അങ്ങനെയുള്ള ഈ അവയവങ്ങൾക്കെല്ലാം തന്നെ എന്താ പറയുക, പണി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ നൂൽപ്പുഴു അഥവാ പിൻവേം എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും. മാത്രമല്ല ഇതിനകത്തൊരു ഓട്ടോ ഇൻഫെക്ഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ തറയൊക്കെ തൂക്കുകയാണ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് തട്ടിക്കുടയുകയാണ്. അപ്പം അതിനകത്ത് ഈ പറയുന്ന മുട്ടകൾ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഇത് കയറും. അതുപോലെ തന്നെ ഈ വരുന്ന പിന്നെ അവിടെ മലദ്വാരത്തിന് ചുറ്റും നിക്ഷേപിക്കപ്പെടുന്ന മുട്ടകൾ ഇത് വീണ്ടും തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് അവിടുന്ന് തന്നെ തിരിച്ച് കയറാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ റീ ഇൻഫെക്ഷൻ എന്ന് പറയും. ഇങ്ങനെ പല രീതികളിൽ ഇത് നമുക്ക് ഇത് തരുന്നത് കൊണ്ട് നമ്മുടെ എന്താ പറയുക പോഷകങ്ങളെ മൊത്തത്തിൽ ഇത് വലിച്ചെടുക്കുന്നത് കൊണ്ടൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. അതാണ് ഈ നൂൽപ്പുഴു എന്ന് പറയുന്നതിനെ കുറച്ചും കൂടി മറ്റേതിനെ അപേക്ഷിച്ച്. കാരണം ഈ രാത്രി കാലങ്ങളിലുള്ള ഈ ചൊറിച്ചിൽ, ഉറക്കമില്ലായ്മ, മൂത്രം പോകൽ പ്ലസ് ഒരു വീട്ടിലൊരാൾക്കുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പ്രവണത ഇതിനുണ്ട്. സർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം മാഡം, പേരെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താമോ? പേരെന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടപ്പോ പെരയുടെ ഗുളിക ആദ്യം ഒരു ഡോസ് എടുത്ത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പോൾ അതേ ഡോസ് ഒരു പ്രാവശ്യം കൂടി എടുത്താൽ നല്ലതായിരുന്നു എന്ന് കണ്ടായിരുന്നു. ഇത് ശരിയാണോ? ശരിക്കും നമ്മ അങ്ങനെ കഴിക്കണോ എന്നറിയാൻ വിളിച്ചതാണ്. ഓക്കെ, സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് വിരശല്യമുണ്ട്, നമ്മളിത് കണ്ടു, ഗുളിക കൊടുത്തു, ആ വയറ്റിലുള്ള സംഭവമൊക്കെ പോയി. പക്ഷേ ഇന്ന് ഗുളിക കഴിക്കുന്ന ദിവസവും അറിയാതെ അയാളുടെ വായ്ക്കുള്ളിലേക്ക് മുട്ടകൾ പോയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ലാർവകൾ പോയിട്ടുണ്ടെങ്കിൽ, അത് ഉള്ളിൽ ചെന്ന് കുറച്ചുകൂടെ പ്രായപൂർത്തിയായി വിരിഞ്ഞ് വളരാനെടുക്കുന്നൊരു സമയം നമ്മൾ 2 അല്ലെങ്കിൽ 3 ആഴ്ച കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് സെയിം ഡോസ് ടു ബി റിപ്പീറ്റഡ് ആഫ്റ്റർ 2 to 3 weeks, 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തവണ കൂടെ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. സംശയം? അതെ, കാരണം ഇന്നിപ്പോൾ ഈ സാധാരണ ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ മരുന്ന് കഴിക്കണമെന്നാണ്. അങ്ങനെയല്ല, എപ്പോൾ ആ വൈരശല്യം കണ്ടാലും അപ്പോഴും മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിൽ ആർക്കും ഒരാൾക്കുണ്ട്, നമുക്കും കിട്ടി, നമ്മൾ ഗുളിക കഴിക്കുന്നു, വയറ്റിൽ കിടക്കുന്നതെല്ലാം പോയി. പക്ഷേ ഇന്നും നമ്മൾ അറിയാതെ ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ കുറച്ച് മുട്ടകൾ അകത്ത് പോയി. ഇത് വിരിഞ്ഞ് അല്ലെങ്കിൽ ഇത് പ്രായപൂർത്തി ആവാനെടുക്കുന്ന സമയം നേരത്തെ പറഞ്ഞ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് 2-3 ആഴ്ച കഴിയുമ്പോൾ ഒരു ഡോസും കൂടി നമ്മൾ എടുക്കണമെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഓക്കെ കാവ്യ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. സാറേ, നമുക്ക് ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. കൈ നിറയെ വെണ്ണതരാ, കവിളിലൊരുമ്മതരാ, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്നെ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നെല്ലാരും. മാവിലക്കുടി പൈങ്കിളി കോകിലക്കിളി പാടടി, വീണ്ടു കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതെടി. కలవసి బాలికవే చురకత్తుల చూపులున్న మల్లీశ్వరివే. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ദേശീയ വിരവിമുക്ത ദിനം. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, അസിസ്റ്റന്റ് സർജൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. സാർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ച് നിർത്തിയത് നൂൽപ്പുഴുവിനെ കുറിച്ചും ഈ നൂൽപ്പുഴുവിൻ്റെ ജീവിതചക്രത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. ഈ നൂൽപ്പുഴു ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ രീതി എത്തരത്തിലാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് രാത്രികാലങ്ങളിൽ മുട്ടയിടുവാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ശരീര താപനില കുറയുമ്പോഴാണ് അത് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ കൂടുതലും രാത്രികാലങ്ങൾ അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റും നനവുള്ള സമയത്തും അത് പുറത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിന് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഈ വിരശല്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അവിടെ നമുക്ക് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ മെബൻഡസോൾ പോലുള്ള ഗുളികകൾ 3 ദിവസം നമ്മൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വേണ്ട. ആൽബൻഡസോൾ ഗുളിക 400 മില്ലിഗ്രാമിൻ്റെത് ഒറ്റ ഗുളികയുടെ ആവശ്യമേ വരുന്നുള്ളൂ. പക്ഷേ ഗുളിക മാത്രം കൊണ്ട് നമുക്ക് ഈ അസുഖത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം രോഗി അല്ലെങ്കിൽ ഇത് ഉള്ളിലുണ്ടായിരുന്ന ആൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ, സാധാരണ വസ്ത്രങ്ങൾ, പുതപ്പ്, തലയണ വിരി, അയാൾ കൈതൊട്ട സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം എന്തുണ്ടെന്ന് ചോദിച്ചാൽ 1000കണക്കിന് 10000കണക്കിന് മുട്ടകളുണ്ട്. ഇതിനെ കൂടെ നശിപ്പിക്കാതെ നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ടാണ് അത്തരം വ്യക്തികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ, സാധാരണ വസ്ത്രങ്ങൾ, പുതപ്പ്, തലയണ, ഇതൊക്കെ തിളച്ച വെള്ളത്തിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുക്കി വെച്ചിട്ട് കഴുകിയെടുക്കുക.
മാത്രമല്ല ഗുളിക കഴിച്ച് 2-3 ആഴ്ചകൾക്ക് ശേഷം ഇതേ ഡോസ് ഒന്നുകൂടെ കഴിക്കണമെന്ന് പറയുന്നതും ഈ അർത്ഥത്തിലാണ്. ഇപ്പോൾ വയറ്റിലുള്ള സംഗതികളൊക്കെ പോയി, പക്ഷേ ആ പരിസരത്തൊക്കെ മുട്ടകളുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇന്ന് നമ്മൾ ഗുളിക കഴിക്കുമ്പോഴും കുറച്ച് മുട്ടകളകത്ത് പോയിട്ടുണ്ടാവും, അതിൻ്റെ പുറത്ത് ഗുളികയ്ക്ക് ആക്ഷൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഒരു സമയം നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ലാർവയായിട്ടൊക്കെ ഇങ്ങനെ മാറി വരുന്ന ആ ഒരു സമയം, അപ്പോൾ 2 അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കഴിക്കുന്നത് നന്നാണെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഇനി അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു വ്യക്തി, അദ്ദേഹം തിരുവനന്തപുരം ജില്ലക്കാരനാണ്. കഴിഞ്ഞ 6 വർഷമായി അദ്ദേഹത്തിന് വിരശല്യമുണ്ട്. അദ്ദേഹം എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. അദ്ദേഹം ഇതിനെക്കൊണ്ട് ആകെ തൊന്തരവാണ്, ഗതികെട്ട ഒരു അവസ്ഥയിൽ അദ്ദേഹം ചോദിച്ചത് എന്താണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സൈക്കിൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എൻ്റെ ജീവിതചക്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഉള്ളിലുള്ളത് പോകുന്നുണ്ടെങ്കിലും താങ്കളുമായി അടുത്ത സമ്പർക്കത്തിലുള്ള ആരോ അല്ലെങ്കിൽ താങ്കൾ കൈ തൊടുന്ന എവിടെയൊക്കെയോ ഈ സംഭവം ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിക്ഷേപിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഏന്തി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ പേസ്റ്റ്, ടാപ്പ് അങ്ങനെയുള്ള, അപ്പോൾ ഞാൻ ആ രീതിയിലൊക്കെ പറഞ്ഞു. ഇവിടങ്ങളിലെല്ലാം നമ്മളൊരു മൈക്രോസ്കോപ്പ് നമ്മുടെ കണ്ണിൽ ഘടിപ്പിച്ചിട്ട് നമ്മൾ നോക്കുന്ന പോലെ എവിടങ്ങളിലെല്ലാം വിരയ്ക്ക് സാധ്യതയുണ്ടോ അതെല്ലാം ക്ലീനാക്കി പോയെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു മാറ്റം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ജീവിതചക്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് ഈ മരുന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇപ്പോൾ ആൾക്ക് ആ പ്രശ്നമില്ല. അതായത് അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നതിനെ കൂടെ നിർമ്മാർജ്ജനം ചെയ്തപ്പോഴത്തേക്കാണ് പൂർണ്ണമായിട്ടുള്ള ഒരു വിമുക്തി അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. മാത്രമല്ല ഈ 6 മാസം എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയിൽ ഇത്രയും ശതമാനം ആൾക്കാർക്കുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന 6 മാസം, പക്ഷേ 6 മാസം എന്നുള്ളതിനേക്കാൾ ഉപരി എപ്പോൾ വിരശല്യം കണ്ടാലും അപ്പോൾ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല, കുറേ ഇവർ കൊണ്ടുപോവുകയാണ്. അപ്പം അതും കൂടെ കൊണ്ടും മാത്രമല്ല ശ്വാസകോശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എഴഞ്ഞു പോകുന്നത് കൊണ്ടുമൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും? ഈ ഒരു ചികിത്സ എന്ന് പറയുന്നത് കണ്ടാൽ അപ്പോഴേ കൊടുക്കുക. പല ആൾക്കാർക്ക് ഇത് പറയാൻ മടിയാണ്. തീർച്ചയായിട്ടും സാർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമുക്കാരെ നോക്കാം. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? വേണു. സാർ എവിടെ നിന്ന് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ സാർ, എന്താണ് ശ്രമിച്ചതെന്ന് ഡോക്ടറോട് ചോദിക്കും. തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ സാർ, കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. എനിക്ക് ഈ വിരയുടെ ശല്യം തൊലിയുടെ തൊട്ടടിയിലായിട്ട് ഒരു വിര പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ. അത് ഇങ്ങനെ 2-3 ദിവസം ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കൊക്കെ മാറി പോയി. വയറ്റിന്റെ സൈഡിലാണ് ആദ്യം കണ്ടത്, പിന്നെ അത് കഴുത്തിന്റെ അവിടേക്ക് പോയി, പിന്നെ അത് പുറത്തേക്ക് വന്നു, പുറം ഭാഗത്തേക്ക് വന്നു. അപ്പൊ ഞാനിങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവരതിന് ഗുളികയൊക്കെ തന്നു. ഒരു 3-4-5 ദിവസം നമ്മൾ ഗുളിക കഴിച്ചു. അതിനുശേഷം അത് ചത്തുപോകുന്നാണ് പറഞ്ഞത്. അതിന് ചത്തുപോയെന്ന് എനിക്ക് തോന്നണം. അതിന് ഒരു ബോളായിട്ട് അത് പുറത്ത് തന്നെ ഒരു ഫോം ചെയ്തു. എന്നിട്ട് അത് കീറി എടുത്ത് കളയുക ചെയ്തു. എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇനി അത് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ആദ്യം പറഞ്ഞതിൽ ഈ കൊക്കപ്പുഴ ഉൾപ്പെടെയുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ക്രീപ്പിംഗ് ഇറപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇതിൻ്റെ ലാർവകളെന്ന് പറയുന്ന തൊലിക്കടിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതിഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ക്രീപ്പിംഗ് ഇറപ്ഷൻ അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് ലാർവ മൈഗ്രൻസ്. ലാർവകളുടെ ദേശാടനം എന്നൊക്കെ പറയാം, തൊലിക്കടിയിലൂടെയുള്ള സഞ്ചാരം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇത് തൊലിക്കടിയിലൂടെ പോകുന്നു. സാധാരണ ദഹന വ്യവസ്ഥ വഴി നമ്മൾ ഈ കാണുന്ന പടത്തിൽ നോക്കിയാലേ, അപ്പോൾ അതിൽ ആ കാലിൽ കണ്ടില്ലേ, ഇങ്ങനെ തൊലിക്കടിയിൽ കൂടെ ഈ പറയുന്ന വിരകളിലെ ലാർവകൾ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് ക്യൂട്ടേനിയസ് ലാർവ മൈഗ്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരാം. ഇനി അതല്ലെങ്കിൽ നമ്മളിനിയിപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നു, നമ്മളുടെ നാടവിരയുടെ കാര്യം പറയാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു അവസ്ഥയാണ് ബ്ലാഡർ വേംസ് എന്ന് പറയുന്നത്. അത് നമുക്ക് മനുഷ്യ ശരീരത്തിൽ വരാം. എനിവേ ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകും. അതിനെപ്പറ്റി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അവിടെ ആശുപത്രിയിൽ അവർ കണ്ടു, മരുന്ന് കൊടുത്തു, അത് മാറി. ഇനി അതങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരിതില്ല. കാരണം വിരശല്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണഗതിയിലുള്ള ജീവിതചക്രം അല്ലാതെ ഇങ്ങനെയും തൊലിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ സംജാതം ആവാറുണ്ട് വല്ലപ്പോഴെങ്കിലും. അപ്പോൾ അതാണ് ഈ കണ്ടത്. അതുപോലെയുള്ള പല വിരകളുടെയും ജീവിതചക്രത്തിൽ അങ്ങനെ വരാം. ഒരിക്കൽ വന്നു എന്ന് കരുതി വീണ്ടും വരണം എന്നില്ല, സാധ്യതയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തി ശുചിത്വം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിവെള്ളം ഉൾപ്പെടെയുള്ളതിൻ്റെ എല്ലാം ഗുണനിലവാരങ്ങൾ കാര്യങ്ങൾ ഉറപ്പുവരുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, ഗുണനിലവാരമുള്ള രീതിയിൽ നമ്മുടെ ജീവിതവും നമ്മൾ ഇടപഴകുന്ന മറ്റ് സംഗതികൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും.
ഓക്കെ വേണു സാർ, മനസ്സിലായി തരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി സാർ. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച നൂൽപ്പുഴുവിനെ കുറിച്ചായിരുന്നു സംസാരിച്ച് നിർത്തിയത്. അതിൻ്റെ ഒരു ചികിത്സയെക്കുറിച്ചാണ് സംസാരിച്ചപ്പോൾ നിർത്തിയത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഉരുണ്ട വര, റൗണ്ട് വേയും. നമ്മൾ ഇടക്കാലത്ത് ഈ നൂഡിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വൈറലായിട്ടുള്ള ചില വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഈ റൗണ്ട് വേമിനെ കുറിച്ചൊന്ന് പറയാം സാർ. ഒരുപക്ഷെ ഈ ഉരുണ്ട വര അഥവാ അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് വന്ന ഒരു സമയം, എല്ലാവരുടെയും കയ്യിൽ മൊബൈലൊക്കെ ആയ സമയത്താണ്. നോക്കൂ, നൂഡിൽസ് കഴിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ വരുന്നത്. അപ്പോൾ നൂഡിൽസ് കഴിച്ചിട്ട് കുടൽ മൊത്തം കുരുങ്ങി, കുടൽ കീറി, ഇതെല്ലാം പുറത്തെടുക്കുന്ന ഒരു രംഗം. അപ്പോൾ അതിൻ്റെ ഒരു പടം വേണമെങ്കിൽ നമുക്ക് കാണിക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന പടത്തിൽ ഇത് നൂഡിൽസാണ് എന്ന ഒരു രീതിയിൽ കുടലിന് കുരുക്കം വന്നു, അപ്പോൾ അതുകൊണ്ട് അതാണ്ട് സർജൻ അതങ്ങനെ കീറിയെടുക്കുന്നു, അതുകൊണ്ട് നൂഡിൽസ് കഴിക്കരുത് മക്കളെ എന്നുള്ള രീതിയിലൊക്കെ ഈ അറിയാമല്ലോ, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും കേശവമാമരൊക്കെ അരങ്ങ് തകർത്തൊരു സമയമായിരുന്നു ഇത്. അപ്പോൾ ഈ 2016 ആണെന്ന് തോന്നുന്നു, ഞാൻ അന്ന് പീഠകേളി എന്ന് പറഞ്ഞ് പണ്ട് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന സംഭവം ലോകം ആസകലം കാണപ്പെടുന്ന ഒന്നാണ് ഈ ഉരുണ്ട വര എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില വ്യക്തികളിൽ ഒരു പക്ഷേ ഇത് ഒരാളിൽ തന്നെ 1000-ലധികം വരെയൊക്കെ വിരകൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ പറയുന്ന ഈ കുടലിന് ഇങ്ങനൊരു സംഗതിയൊക്കെ ഈ തടസ്സവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഉരുണ്ട വര അല്ലെങ്കിൽ അസ്കാരിസ് എന്ന് പറയുന്നതിൽ ഒരു സമയം ഒരു വിരയ്ക്കുള്ളിൽ ഏതാണ്ട് 2.7 കോടി മുട്ടകൾ ഒരു സമയം അതിൻ്റെ ഉള്ളിൽ കാണുന്ന മുട്ടകളുടെ എണ്ണം 2.7 കോടിയാണ്. അത് ഒരു ദിവസം ഇടുന്ന മുട്ടകളുടെ എണ്ണം 2 ലക്ഷമാണ് എന്ന് പറയുമ്പോൾ ആൾ നിസ്സാരക്കാരനൊന്നുമല്ല. അപ്പം ഇത് ആണും പെണ്ണും കൂടി ഇങ്ങനെ ഇണചേർന്നിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ മുട്ടകളെന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. ഒന്ന്, നമ്മൾ ചിലപ്പോൾ കോഴി ഇടുന്ന മുട്ടകളിൽ തന്നെ പൂവൻ ചേരാത്ത മുട്ടകളില്ലേ, അത്തരം മുട്ടകൾ വിരിയാറില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ 2 ലക്ഷം മുട്ടകൾ ഇട്ടാൽ തന്നെ അതിൽ കുറച്ചൊക്കെ അൺഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ ബീജസംയോഗം നടക്കാത്ത മുട്ടകളായിരിക്കും, ബാക്കിയുള്ളത് നടക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഉരുണ്ട വരയുടെ മുട്ടകളെന്ന് പറയുന്നത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് ആ മണ്ണിൽ വീഴുന്ന മുട്ടയുടെ പുറത്തുകൂടെ ചവിട്ടി പോകുന്ന ഒരു മനുഷ്യന് ഉടനെയൊന്നും അസുഖം അല്ലെങ്കിൽ ഉടനെ അത് ഇൻഫെക്റ്റീവ് അല്ല, അത് നമ്മുടെ ദേഹത്ത് കയറി പിടിക്കില്ല, അതവിടെ കിടക്കും. ചിലപ്പോൾ വർഷങ്ങളോളം കിടക്കാനുള്ള കഴിവ് ഇതിൻ്റെ മുട്ടകൾക്കുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് മറ്റ് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ വീണാലോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് വെയിലടിച്ചാലോ ഒക്കെ നശിച്ചു പോകുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഉരുണ്ട വരയുടെ മുട്ടകൾ, അസ്കാരിസിൻ്റെ മുട്ടകൾ വർഷങ്ങളോളം എന്ത് ചെയ്യുന്നു, മണ്ണിൽ തന്നെ കിടക്കും. അപ്പോൾ സാധാരണഗതിയിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷമാണെങ്കിൽ 10 തൊട്ട് 40 ദിവസത്തിനുള്ളിൽ ഈ മുട്ട എന്ത് ചെയ്യുന്നു, മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫെക്റ്റീവായിട്ടുള്ള ലാർവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാർവൽ ഫോം, മനുഷ്യനെ ബാധിക്കുന്ന ലാർവൽ ഫോമിലേക്ക് മുട്ടയിൽ നിന്നും അതിന് മാറാനുള്ള ഒരു അനുകൂല പരിസ്ഥിതി ഉണ്ടെങ്കിൽ 10 തൊട്ട് 40 ദിവസത്തിനുള്ളിൽ അത് ആ ഒരു മാറ്റം നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ഈ സംഭവം ഇത് സാധാരണഗതിയിൽ ചില ഈ ഫ്രഷ് വെജിറ്റബിൾസ്, നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ മനുഷ്യമലം ഉപയോഗിച്ച് കൃഷി അങ്ങനെ പാടില്ലെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചിലരത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ മനുഷ്യമലം എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന ഉരുണ്ട വരയുടെ മുട്ടകളുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് മണ്ണിൽ തട്ടിക്കിടക്കുന്ന പച്ചക്കറികൾ അത് വളരുമ്പോഴത്തേക്ക് അതിനകത്തും ഈ മുട്ട പറ്റി പിടിക്കും. അപ്പോൾ ചില ആൾക്കാർ കഴുകുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണ്, കൈ കഴുകാൻ പാടില്ല, പച്ചക്കറികൾ ഒന്നും കഴുകാൻ പാടില്ല, അതുപോലെ കഴിക്കണമെന്ന് വാശിയുള്ള ചില വികൃതിക്കാരൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ചില പേഷ്യൻസിൽ അങ്ങനെയാണ്, ഈ റോ ആയിട്ട്, അതായത് കഴുകുക പോലും ചെയ്യാതെ ഇത് കഴിക്കണം, അങ്ങനെ വാശിയുള്ള കുറച്ച് പേരുണ്ട്. അവരിൽ ഇതുപോലെ അഥവാ കൃഷിക്ക് മനുഷ്യമലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യമലത്തിൽ ഈ അസ്കാരിസ് അല്ലെങ്കിൽ ഉരുണ്ട വരയുടെ മുട്ടകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മണ്ണിൽ അതെന്ത് ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളോളം കിടക്കുന്ന സംഭവമാണിത്. ഈ വളർന്നു വരുന്ന പച്ചക്കറികൾ അത് തട്ടും, ഇത് കഴുകാതെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഈ അത്തരം ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നടക്കുന്നത് കൊണ്ടും വർഷങ്ങളോളം ഈ മുട്ടകൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും, എന്നാൽ ഇതിൻ്റെ വലിപ്പം നോക്കുക, അത്രയും വലിയ ഒരു മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ നൂൽപ്പുഴു പോലെയുള്ള സംഭവമല്ല, ഇത് കുറച്ചുകൂടെ വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു 1000-ഓളം എണ്ണമൊക്കെ നമ്മുടെ കുടലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടലിന് ചലിക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല, കുടൽ കുരുക്കം വരുന്നു. അതുകൊണ്ടാണ്
ആ ഒരു സർജറിയുടെ പടം നമുക്ക് കാണിക്കേണ്ടി വന്നത്. കാരണം പിന്നെ കുടൽ കീറി ഇതിനെ മൊത്തം കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ കുടൽ കുരുക്കം എന്ന് പറയുന്നത് മാറ്റിയെടുക്കാൻ പറ്റൂ. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജീവിതചക്രം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. അതായത് ഇപ്പോൾ ഈ വെളിയുടെ വിസർജനമോ അല്ലെങ്കിൽ മനുഷ്യമലം ഉപയോഗിച്ചുള്ള കൃഷികളോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ മുട്ടകളെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമുക്കുള്ളിലേക്ക് പോകാം. മാത്രമല്ല കാറ്റടിക്കുമ്പോൾ ഈ മണ്ണിൽ കിടക്കുന്ന മുട്ടകൾ പറക്കാം, നമുക്ക് മൂക്കിലൂടെയും ഈ സാധനത്തിനകത്തേക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഈ അസ്കാരിസ് അല്ലെങ്കിൽ ഉരുണ്ട വരയുടെ മുട്ടകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ജീവിതചക്രം ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇനിവേ നമ്മൾ അഥവാ നമ്മുടെ വായിലൂടെ ഇത് പച്ചക്കറികളിലൂടെ കുടിവെള്ളത്തിലൂടെ എങ്ങനെയെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെറുകുടലിൽ ഡിയോഡിനം എന്ന് പറയുന്ന ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ആ ചെറുകുടലിൻ്റെ ഭിത്തി തുരന്ന് കരളിനകത്തൂടെ പോകുന്ന രക്തക്കുഴൽ, പോർട്ടൽ വെയിൻ എന്ന് പറയും, അതിൽ കൂടെ സഞ്ചരിച്ച്, കാരണം ദഹന വ്യവസ്ഥയും കരളുമായിട്ടാണ് ബന്ധം. കാരണം ഈ കിട്ടുന്ന പോഷകങ്ങളെ മൊത്തം പ്രോട്ടീനുകളായിട്ട് അന്നജമായിട്ട് കൊഴുപ്പായിട്ട് ഇതിനെല്ലാം മാറ്റിമറിക്കേണ്ടത് കരളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം കണക്ഷൻ ചേരുന്നത് കരളിലേക്കാണ്. കരളിലെ രക്തക്കുഴലിൽ കൂടെ പോർട്ടൽ വെയിനിലൂടെ കരളിലെത്തുന്ന ഈ സംഭവം അവിടെ നിന്നും അധോമഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ് എന്ന് പറയുന്ന ശരീരത്തിൻ്റെ കീഴ്ഭാഗത്തു നിന്നും ഉള്ള സ്ഥിരോരക്തങ്ങളെല്ലാം കൂടെ വഹിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴൽ അതിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്നും ഹൃദയത്തിൻ്റെ വലതുഭാഗത്തേക്ക് എത്തപ്പെടുന്ന ഈ സംഭവം ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അവിടെ ഈ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെയൊക്കെ ഒരു വളർച്ചയെത്തുന്ന ഈ സംഭവം വായു കൈമാറ്റം നടക്കുന്ന ആൽവിയോൾ അല്ലെങ്കിൽ നമ്മുടെ വായു അറകൾ അവിടെ വന്നിരുന്നു. ശേഷം അതെന്ത് ചെയ്യുന്നു, നമ്മുടെ മെപ്പോട്ടിങ്ങനെ സഞ്ചരിച്ച് തൊണ്ടയിലേക്ക് വരും. അവിടെ വന്നിട്ട് നമുക്കറിയാം ഈ കുറുനാക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഭവമുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുകയും വായു പോവുകയും ചെയ്യുന്നത് ഒരേ ഒരു വഴി കൂടാണ്. പക്ഷേ അവിടെ ഒരു അടപ്പുണ്ട്. വായു നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഈ കുറുനാക്കെന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയെ അടയ്ക്കും. അതായത് വയറ്റിലേക്ക് ആമാശയത്തിലേക്ക് വായു പോകരുത്, വായു പോകേണ്ടത് ശ്വാസകോശത്തിലേക്കാണ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ഈ കുറുനാക്ക് പോകുന്ന വഴിയെ അടയ്ക്കും. എന്നാൽ ഭക്ഷണം വയറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് ആണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. മറിച്ച് നമുക്ക് ശ്വാസവും ഭക്ഷണവും പോകാൻ ഒരു കോമൺ വഴിയും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അത് രണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ അവിടം വരെ വരുന്നു, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വിഴുങ്ങുന്നു, ഈ സാധനം നേരെ എന്ത് ചെയ്യുന്നു, വയറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ജീവിതചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് പോയി നമ്മുടെ കരളിലും ഹൃദയത്തിലും ശ്വാസകോശത്തിലും ഒക്കെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വയറ്റിലേക്ക് വരുന്നത്. വയറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ആണും പെണ്ണും ഇണചേർന്ന് കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം മുട്ട വെച്ചാണ് ഒരു ദിവസം ഇടുക. തീർച്ചയായും ഒരു സമയം അതിൻ്റെ ശരീരത്തിൽ 2.7 കോടി മുട്ടകളുണ്ട്. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരിൽ നമ്മൾ ഈ സർജറി ചെയ്ത പോലെ ആൾക്കാരിൽ ഇപ്പോൾ 1000-ലധികം വിരകളുണ്ടെങ്കിൽ അവരുടെ മലത്തിലൂടെയൊക്കെ പോകുന്ന മുട്ടകളുടെ എണ്ണം എത്രയായിരിക്കും? ഇനി അവർ വെളിയുടെ വിസർജനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവരിൽ നിന്ന് എത്ര പേർക്ക് ഈ അസുഖം കിട്ടും? ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 6 തൊട്ട് 12 ആഴ്ച, 1.5 മാസം തൊട്ട് ഒരു 3 മാസം വരെയുള്ള കാലഘട്ടത്തിനുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുന്ന അകത്തു പോകുന്ന ഈ വിരകൾ അല്ലെങ്കിൽ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന സെക്ഷലി മച്ചുള്ള ലൈംഗിക പ്രത്യുൽപാദനത്തിന് പാകമാകുന്നു. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ, ഇത് എത്ര നാൾ ജീവിച്ചിരിക്കുന്നു വെച്ചാൽ നമ്മുടെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ 1 വർഷം തൊട്ട് 1.25 വർഷം വരെ, അതായത് 12 തൊട്ട് 20 മാസം വരെയാണ്. 1 വർഷം തൊട്ട് 1.25 വർഷം വരെ നമ്മുടെ ഉള്ളിൽ ജീവിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു ജീവിതചക്രത്തിലെ പുറത്തേക്ക് വിടുന്ന മുട്ടകളുടെ ഉണ്ടെന്ന് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ പൂജ്യങ്ങൾ പോരാതെ വരും. തീർച്ചയായും സാർ, നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ലൈൻ ചേരുക. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ സാർ? പേരെന്താണ്? എന്റെ പേര് ശങ്കരൻ നായർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഓക്കെ, മനസ്സിലായി സാർ. എന്താണ് സംശയം എന്ന് ചോദിക്കും, ഡോക്ടറോട് ചോദിക്കും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാർ, എനിക്ക് ചോദിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ടാവുമല്ലോ, അവർക്ക് ഈ വിരയ്ക്ക് മരുന്ന് കഴിക്കുന്ന ദിവസം ആ മരുന്നുകൾ ഒഴിവാക്കി വേണമോ കഴിക്കാൻ, അതെ ആ മരുന്നിനോടൊപ്പം കഴിക്കാമോ? 2, ഈ നമ്മളൊരു വീട്ടിലുള്ള വ്യക്തികൾ സാറ് പറഞ്ഞ കണക്കിന് എല്ലാ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നു, അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് മരുന്ന് വീണ്ടും ആവർത്തിക്കുന്നു, വസ്ത്രങ്ങളെല്ലാം ക്ലീൻ ആക്കുന്നു, ഒക്കെ ശരി. പക്ഷെ നമ്മൾ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പബ്ലിക് ടോയ്ലറ്റുകൾ, പബ്ലിക് ടാപ്പുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോ ഇത് ഒരു വ്യക്തിയോ വീട്ടുകാരോ ചെയ്താൽ മാത്രം അവർ ഇത് വീണ്ടും വരാൻ സാധ്യത. അപ്പൊ ഇതിന് പൊതുവെ നമ്മുടെ മുൻകരുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തോടൊപ്പം എന്തെങ്കിലും മരുന്നിന് പകരം ഇതിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ സാർ? ഈ 2 കാര്യങ്ങൾക്ക്
സോൾവ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ സാർ. ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ സാധാരണ മരുന്നുകളോടൊപ്പം ആൽബൻഡസോൾ മരുന്ന് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത് വിരയുടെ കേന്ദ്രനാഡീ വ്യവസ്ഥയാണ് ഇല്ലാതാക്കുന്നത്. നമ്മളുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം അതിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന 2 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ളവർക്കെല്ലാം ഒരേ ഡോസ് കൊടുക്കുക, 2 തൊട്ട് 1-നും 2-നും ഇടയ്ക്ക് വയസ്സുള്ളവർക്ക് അതിൻ്റെ പകുതി കൊടുക്കുക. അതിൻ്റെ സിറപ്പാണെങ്കിൽ നല്ലപോലെ കുലുക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഗുളികയാണെന്നുണ്ടെങ്കിൽ വായിലിട്ട് നന്നായിട്ട് അലിയിച്ചിറക്കാൻ പറയും, ച്യൂവബിൾ ടാബ്ലറ്റ് ആയിട്ട് നമ്മൾ പറയും. അത് പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പ്രിക്കോഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് മനുഷ്യരിലെ സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ട്. അതിൽ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പല സദ്യാലയങ്ങളിലും പോയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെ വാതിൽ തുറക്കുമ്പോൾ എല്ലാവരുടെ തള്ളി അകത്തേക്ക് കയറുന്നു. കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കൈ കഴുകുന്ന സ്ഥലം അന്വേഷിക്കുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം ആരാണ് ഇതിന് മുമ്പ് കൈ കഴുകുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കുന്നത്? ഇല്ല. 2 മലവിസർജനത്തിന് ശേഷം ഇപ്പോൾ പാശ്ചാത്യരൊക്കെ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കും, നമ്മൾ അങ്ങനെയല്ല. അപ്പോൾ അതിനുശേഷം കൈ സോപ്പിട്ട് കഴുകണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, സോപ്പ് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടി? ഇതാണ് നമ്മൾ. ചില ആൾക്കാർ എന്തിനേയും കണ്ണടച്ച് എതിർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ വ്യക്തി ശുചിത്വം, അതുപോലെ ഈ നഖം വെട്ടുന്ന പരിപാടി മാത്രമല്ല, നമുക്കിപ്പോൾ ഇങ്ങനെ വിരശല്യം ഉണ്ടെങ്കിൽ അത് ആശുപത്രിയിൽ ഒന്ന് പറയാൻ ഒരുപാട് പേർക്ക് മടിയാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രരോഗത്തിൻ്റെ ഗുളിക കൊടുക്കുമ്പോഴല്ലേ, മന്ത്രരോഗത്തിൻ്റെ ഗുളിക ആരും കഴിക്കത്തില്ല, അതൊരു തെങ്ങിൻ ചോട്ടി കളയും. പക്ഷേ ഇതിൻ്റെ ഗുളിക കഴിക്കും. കാരണം അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മളെന്തിനാണ് അങ്ങനെ മടിച്ച് നിൽക്കുക? നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നതിന് എന്താണ്, നമ്മൾ പറയാൻ വൈകും തോറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിലെ മറ്റുള്ള ആൾക്കാർക്കും കൂടെ നമ്മൾ ഈ അസുഖം കൊടുക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ ഇതുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം മടി പിടിക്കുന്ന കാര്യങ്ങളുണ്ട്. വ്യക്തി ശുചിത്വമാണ്. രണ്ടാമത് വെളിയുടെ വിസർജനം. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിൽ ശൗചാലയം ഉണ്ടാക്കുന്നതിനെ പറ്റി കേരളീയർ ഭയങ്കര പരിഹാസമൊക്കെയായിരുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ കാണാറുണ്ട് കടപ്പുറം മേഖലയിലൊക്കെ ഇപ്പോഴും വെളിയുടെ വിസർജനം എന്ന് പറയുന്നത് ഈവൻ വീട്ടിൽ ടോയ്ലറ്റുള്ള ആൾക്കാർക്ക് പോലും, കാരണം ശീലിച്ചതാണ് അവർക്കിങ്ങനെ കടലിൻ്റെ സംഗീതമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ ഞാൻ പുനലൂരിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഈ കൊട്ടാരക്കര കഴിഞ്ഞ് കിഴക്കോട്ട് വരുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചാലുകളുടെ ഇടയിൽ നിന്നൊക്കെ മൊന്തയായിട്ടൊക്കെ ആൾക്കാർ വരുന്ന കാണാം. അപ്പോൾ കേരളത്തിലെ എല്ലാവരും 100% ആൾക്കാരും ടോയ്ലറ്റിലാണോ പോകുന്നതെന്ന് വെച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അപ്പോൾ നമ്മൾ ഈ സ്വയം പൊങ്ങികളാകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ അല്ലെന്ന് പറയുമെങ്കിൽ യാഥാർത്ഥ്യം അതല്ല. അപ്പോൾ വെളിയുടെ വിസർജനം അത് ഇവിടെയാണെങ്കിലും ഉത്തരേന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതുമൂലം ഈ ഉണങ്ങി അല്ലെങ്കിൽ മലം ഉണങ്ങി അതിനകത്ത് കിടക്കുന്ന മുട്ടകൾ കാറ്റടിച്ച് പറക്കുമ്പോഴത്തേക്ക് വഴിയെ പോകുന്ന ആളുടെ വായിൽ മൂക്കിലും കയറാം. നമുക്ക് എത്ര വ്യക്തി ശുചിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കിതുണ്ടെങ്കിൽ അയാൾ കൈകൊണ്ടൊരു സാധനം എടുത്ത് അവിടെ വെച്ച് നമ്മുടെ പ്ലേറ്റിൽ വെച്ചു, നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കഴിക്കുമ്പോൾ ഈ മുട്ടയും കൂടെ അകത്ത് പോകുന്നു, നമുക്ക് അസുഖം വരുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പരിഷ്കൃതനാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ പരിഷ്കൃതനാവൂ. നിയമങ്ങൾ കാലോചിതമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഭക്ഷണം, ഫുഡ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, അതിനകത്ത് നിൽക്കുന്നവരും തട്ടുകടകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് വേണം, ഈ കാര്യങ്ങളൊക്കെ നോക്കി ഇതിനെ മരുന്ന് കൊടുത്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന തട്ടുകടലിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ നിൽപ്പുണ്ട്. ഇവരിൽ എത്ര പേർക്ക് ഹെൽത്ത് കാർഡുണ്ട്? അപ്പം ഇത് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അവസ്ഥയെ പരിപോഷിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കാതെ അത് മാറില്ല. അതാണ് അക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ സാർ, മനസ്സിലായി തരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഉരുണ്ടവിര റൗണ്ട് വേമിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ശരീരത്തിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ, ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ളവർ, അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം സാർ. ഇത് ഉരുണ്ടവരയ്ക്ക് ലിയോഫ്ലേഴ്സ് സിൻഡ്രോം അല്ലെങ്കിൽ അതുമൂലം വരുന്ന ന്യൂമോണിയ ഉണ്ട്. കാരണം ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഈ ശ്വാസകോശത്തിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പം ആൾക്കാർക്ക് വല്ലാത്തൊരു ഡ്രൈ കഫ് അല്ലെങ്കിൽ കഫമില്ലാത്ത ചുമ, ചെറിയ തോതിലുള്ള ചൂട്, അതായത് ലോ ഗ്രേഡ് ഫീവർ എന്ന് പറയും. അതോടൊപ്പം ഈ ആസ്മക്കാരുടെ കണക്ക് ഈ ശ്വാസം പോകുന്ന കുഴലുകളെല്ലാം ചുരുങ്ങിയിട്ടിങ്ങനെ ശ്വാസം പോകുമ്പോൾ ആ ഒരു ശബ്ദം ആസ്മാറ്റിക് വീസിങ് എന്ന് പറയുന്നത് വരും. മാത്രമല്ല ഇത് ഉള്ളത് കൊണ്ട് തന്നെ ശരീരവാസികളിൽ ചൊറിഞ്ഞു തടിക്കുന്ന പരിപാടി. രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈസിനോഫിലുകൾ എന്ന് പറയുന്ന വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടുതൽ. എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഒരു മോട്ടിൽഡ് അപ്പിയറൻസ് എന്ന് പറയും. ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചുമയായിട്ട് വരുമ്പോൾ വേറെ ഒരു മരുന്നും കൊടുക്കുന്നുണ്ട്. വിരശല്യത്തിൻ്റെ ഒരു ഗുളിക കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ഒരു ഗുളികയിൽ ചുമ പോയി, എത്ര നാളായിട്ട് അലട്ടിയ ചുമയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഉരുണ്ട വരയെന്ന് പറയുന്നത് ഒരുപാട് കുടലിനകത്ത് കിടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം വൈറ്റമിൻ എ, ജീവകം എയുടെ അഭാവം, ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം വലിച്ചെടുക്കൽ എന്ന് പറയുന്നത് നടക്കുന്നില്ല. മാത്രമല്ല പ്രോട്ടീൻ, മാംസ്യ തന്മാത്രകൾ എന്ന് പറയുന്നത് ശരീരത്തിന് കിട്ടത്തില്ല. പ്രോട്ടീൻ ലൂസിങ് എൻട്രോപ്പതി എന്ന് പറയുന്നത് ഇതിനകത്ത് വരും. അപ്പോൾ മാത്രമല്ല ഈ കുട്ടികളിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയറിൻ്റെ ഈ ദഹന വ്യവസ്ഥയുടെ നല്ലൊരു ശതമാനം വരെയായിരിക്കും. വയറൊക്കെ വീർത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ദേഹമൊക്കെ ഒട്ടി പൊളിഞ്ഞിട്ട്.
മാത്രമല്ല ഈ സംഭവം അകത്ത് കിടക്കുമ്പോൾ ഇതിനെതിരായിട്ടുള്ള ശരീരത്തിന് അലർജിക് റിയാക്ഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം അത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ചൂട്, ദേഹാസകലം ചൊറിഞ്ഞു തടിക്കുക, നീരടിക്കുക, ശ്വാസം പോകുമ്പോഴത്തേക്ക് ഈ വീസിങ്, അതായത് ഇങ്ങനെ മൂളൽ ഇത് കേൾക്കുക, ഈവൻ കണ്ണിൽ പോലും ചുവപ്പ് വരും, കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് വരും. പിന്നെ ഇതിൻ്റെ ഇത് കൂടി കിടക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടലിനകത്ത് ഈ വോൾവുലസ് ഇൻറ്റർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുടൽ കുരുക്കം ഉണ്ടാക്കുന്ന, ഇൻറ്റർസ്റ്റൽ ഒബ്സ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വരും. അതെവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നൂഡിൽസിൻ്റെ കഥ വരുന്നത്. നൂഡിൽസ് പോലെ കിടന്നിട്ട് കുടൽ കുരുങ്ങി എന്ന് പറയുന്നത് ആക്ച്വലി കുടൽ കുരുങ്ങിയത് ഈ വിരകൾ മൂലമാണ്. പിന്നെ ഈ വിരകളുടെ വേറൊരു പ്രശ്നം വെച്ചാൽ വാണ്ടറിങ്, നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ കളി നടക്കുന്ന വാണ്ടറേഴ്സ് സ്റ്റേഡിയം എന്ന് പറയുന്നില്ല, അതാണെങ്കിൽ ഈ വിരകൾ ഈ ലെക്കും ലഗാനും ഇല്ലാതെ ഇതിലൊരു പാച്ചിലുണ്ട്, അതാണ് വാണ്ടറേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പരാതകത്ത് കിടക്കുമ്പോൾ ശരീരം എന്ത് ചെയ്യും, ഇതിനെതിരായിട്ട് ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഊഷ്മാവ് ലേശം കൂടും. അപ്പോൾ ഒരു 39 ഡിഗ്രി അതിനപ്പുറത്തേക്കും ആയി കഴിയുമ്പോൾ ഇവരെ എന്ത് ചെയ്യും, കുടലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ ഇത് പിത്തസഞ്ചിയിൽ പോവാം, ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാം, പാൻക്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഉണ്ടാക്കുന്ന അതിനകത്ത് കയറി പിടിക്കാം, അല്ലെങ്കിൽ കരളിനകത്ത് പോയിട്ട് അവിടെ ആപ്സസ്, അവിടെ പഴുപ്പുണ്ടാക്കി തരാം. അതല്ലെങ്കിൽ ഈ മേപ്പോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉണ്ടല്ലേ മൂക്കിലൂടെയും വായിലൂടെയും വിരകൾ വരും. അതല്ലെങ്കിൽ താഴോട്ട് പിന്നെ ഈ ലങ്സിലേക്ക്, ശ്വാസകോശത്തിലേക്ക് പോവാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പൻഡിക്സിനകത്തൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ ഇത്രയില്ലാത്ത ഉള്ളി മുളച്ചതുള്ള അവയവമാണ്, അതിനകത്ത് കയറി കഴിയുമ്പോൾ അപ്പൻഡിസൈറ്റിസ് വരിക. ഇങ്ങനെ ഈ സംഭവം തരുന്നത് മാത്രമല്ല, കിഡ്നിയിലും ശ്വാസകോശത്തിലും ഒക്കെ മറ്റ് അവയവങ്ങളിലൊക്കെ ഈ സാധനം ചെല്ലും. അതാണ് വാണ്ടറേഴ്സ്, ഈ ലെക്കും ലഗാനും ഇല്ലാതെ പാഞ്ഞു നടക്കുന്ന അവസ്ഥ. അത് ഉരുണ്ട വര നമുക്ക് നൽകുന്ന എന്താ പറയുക, മറ്റ് ചില കുടലിൽ മാത്രമല്ല മിക്കവാറും അവയവങ്ങളിൽ ചെന്നിരുന്നിട്ട് അവിടെയും പണി തരുന്ന ഒന്നാണ് ഉരുണ്ട വര. ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്നത് ഈ വെളിയുടെ വിസർജനം എന്ന് പറയുന്നത് പാടില്ല എന്ന് പറയുന്നൊരു തമാശയ്ക്ക് പറയുന്നതല്ല. ഇതുമൂലം ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ ഇതുപോലെ രോഗികളും ഇതുപോലുള്ള ഓരോ അവയവങ്ങളെ തകരാറിലാക്കാനും ഈ ഒരു സാധനത്തിലൂടെ കഴിയും. തീർച്ചയായും സാർ, നമുക്ക് നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മളിപ്പോൾ കൊക്കോപ്പുഴുവിനെ കുറിച്ച് സംസാരിച്ചു, നൂൽപ്പുഴുവിനെ കുറിച്ച് സംസാരിച്ചു, ഉരുണ്ടവരെ കുറിച്ച്, റൗണ്ട് വേമിനെ കുറിച്ച് സംസാരിച്ചു. സാറിന് നമുക്ക് നാടവിരയെ കുറിച്ചുകൂടി എന്ന് പറയാനുള്ളൂ. നാടവിരയെക്കുറിച്ച് പറയാം. ടേപ്പ് വേം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചിലർ പന്നി മാംസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നാടവിരയുടെ കാര്യം പറയാറുണ്ട്. നാടവിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മീറ്ററോളം നീളം വരുന്ന സംഭവമാണ് ഈ നാടവിര എന്ന് പറയുന്നത്. അതിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു തലയും ഒരു കഴുത്തും, ബാക്കി ഉടലെന്ന് പറഞ്ഞാൽ തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ, അപ്പോൾ അതിൻ്റെയൊക്കെ പടം കാണിച്ചാൽ നന്നായിരിക്കും, കമ്പാർട്ട്മെൻറ്റ് പോലെ ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു സംഭവം. ഇത് പന്നിയിൽ മാത്രമല്ല കാണുന്നത്. പന്നിയിൽ കാണുന്നത് ടീനിയ സോളിയം എന്ന് പറയുന്ന നാടവിര. ബീഫിലുണ്ട്, അത് ടീനിയ സാജിനാറ്റ എന്ന് പറയും. മത്സ്യത്തിലുണ്ട്, ഫിഷ് ടേപ്പുമുണ്ട്. അതുപോലെ തന്നെ നായ്ക്കളിൽ കാണുന്നത് എക്കിനോകോക്കസ്. ഈ രീതിയിലൊക്കെ നാടവിരകൾ പല ടൈപ്പുണ്ട്. പക്ഷേ ചിലർ അതിനകത്ത് ഈ ബീഫിനെ മാത്രമാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ കമ്പാർട്ട്മെൻറ്റ് പോലെ കാണുന്ന ആ പ്രൊഗ്ലോട്ടിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഇതിൻ്റെ മുട്ടകൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഈ പ്രായപൂർത്തിയായ വിര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ലാർവൽ സ്റ്റേജാണ്. അപ്പോൾ ഇങ്ങനെ മലത്തിനോടൊപ്പം ഈ പുറത്തേക്ക് പോകുന്ന ഈ സംഭവം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒരു 1000-ഓളമൊക്കെ വരും. ഇതിങ്ങനെ പിന്നെ പോയിട്ട് ഇത് മണ്ണിൽ കിടക്കുന്നു. ഇത് വേണമെങ്കിൽ പന്നികളിലും മനുഷ്യരിലും വീണ്ടും അകത്തേക്ക് പോകാം. പക്ഷേ മനുഷ്യരിൽ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ മുട്ട ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഒരു ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത് മനുഷ്യരിൽ ഒരു ഡെഡ് എൻഡാണ്, അതിന് അങ്ങോട്ട് പിന്നെ വളർച്ചയില്ല. പക്ഷേ പന്നികളിൽ അങ്ങനെയല്ല, ലാർവകൾ പിന്നീട് വളരുന്നത് പന്നികളിലാണ്. അപ്പോൾ അങ്ങനെ പന്നികളിൽ അത് കാണപ്പെടണമെങ്കിൽ എന്ത് വേണം, മനുഷ്യമലം കഴിക്കുന്ന അല്ലെങ്കിൽ ഈ നാടവിരയുടെ മുട്ടകൾ അടങ്ങിയിട്ടുള്ള ശരീരഭാഗങ്ങളുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരാൾ വിസർജിക്കുകയും അത് പന്നി വന്ന് കഴിക്കുകയും ചെയ്യുന്ന രീതി പണ്ടൊക്കെ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ കാണാമായിരുന്നു. അങ്ങനെ മനുഷ്യർ മലവിസർജനം നടത്തുന്നു, ഉടനെ പന്നി വന്ന് കഴിക്കുന്നു. ഇപ്പോഴും ആ കാഴ്ചയ്ക്ക് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും പണ്ടത്തിനെ അപേക്ഷിച്ച് വളരെ ഭേദമുണ്ട്. അങ്ങനെയുള്ള പന്നികളെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ ലാർവൽ സ്റ്റേജ് മൂലം മീസിലി പോർക്ക് എന്ന് പറയും, ദേഹത്തിങ്ങനെ കറുത്ത പാടുകളുള്ള ഒരു അപ്പിയറൻസ് ഉള്ളൊരു പന്നിയായിട്ട് വരും. ഫാമുകളിൽ വളർത്തുന്ന പന്നികൾക്ക് ആ പ്രശ്നമില്ല. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന മാംസം എന്ന് പറയുന്നത് പന്നി മാംസമാണ്. അപ്പം നാടവിര എന്ന് പറയുന്നത് പന്നിക്ക് മാത്രമല്ല, പിന്നെയോ ബീഫിനുണ്ട്, നായ്ക്കൾക്കുണ്ട്, മത്സ്യങ്ങൾക്കുണ്ട്.
ഇപ്പോൾ ഇംപ്രോപ്പർലി കുക്ക്ഡ്, അതായത് വേണ്ട രീതിയിൽ ഈ തീ കാണിക്കാതെ 30 ഡിഗ്രി 40 ഡിഗ്രിയിലൊക്കെ മാംസം കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യമലം തിന്ന് വളർന്ന മീസിലി പോർക്കായിട്ടുള്ള അങ്ങനെയുള്ള പന്നി, നാടവിരയുടെ ലാർവ അകത്ത് ഉള്ള പന്നിയെ അതിൻ്റെ മാംസം നിങ്ങൾ വേണ്ട രീതിയിൽ പാകം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും. മറിച്ച് നിങ്ങൾ നല്ലപോലെ പാകം ചെയ്തിട്ടുണ്ടെങ്കിലോ അത് വരില്ല. അപ്പോൾ ഇതിൻ്റെ ലാർവൽ സ്റ്റേജ് ഞാൻ പറഞ്ഞു, പന്നിക്കകത്ത് പോയിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നിട്ട് അതിൻ്റെ മാംസം കഴിക്കുന്ന മനുഷ്യരിലേക്ക് വരുന്നത്. എന്നാൽ ഈ ലാർവ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. അത് ശരീരത്തിൽ ഇരുന്ന് ചത്ത് അതിൻ്റെ പുറത്ത് കാൽസ്യത്തിൻ്റെ ഒരു ആവരണമൊക്കെ നിറഞ്ഞ് അത് കൂടുതലും മാംസപേശികളിലൊക്കെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ ശരീരത്തിൽ അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് അവയവങ്ങളെയും ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോഴത്തേക്കാണ് ചില ആൾക്കാർക്ക് എന്താ പറയുക, തലച്ചോറിൽ ബാധിക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ ടെന്നീസ് കളിക്കാരനായിരുന്ന ലിയാൻഡർ പൈസ്, അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം അപസ്മാരം വന്നു. അമേരിക്കയിൽ അവർ പൊക്കിയെടുത്ത് കൊണ്ടുപോയി തലച്ചോറിൽ ട്യൂമറാണ്, മുഴയാണ്, ക്യാൻസറാണെന്ന് പറഞ്ഞൊക്കെയാണ് ആദ്യം വാർത്ത വന്നത്. പിന്നീട് അവർ കാണുമ്പോൾ എന്താണ് ഈ പറയുന്ന നാടവരയുടെ ലാർവൽ സ്റ്റേജ്, ഇത് തലച്ചോറിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കാൽസിഫൈ ചെയ്തിട്ട് അതുണ്ടാക്കിയ അപസ്മാരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റിക് സർക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആൾക്കാർക്ക് വരാം. ഇന്ന് ഈ നാഷണൽ ഡീവേമിംഗ് ഡേയോടൊപ്പം ഇന്ന് ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേയും കൂടെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ട്. അപ്പം ഇത് പ്രോപ്പർലി കുക്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. സാർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദേശീയ വിമുക്ത ദിനമായ ഇന്ന് വിരജന്യ രോഗങ്ങളെക്കുറിച്ചും വിരജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാൻ നാം സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ചും വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും പരിസര ശുചിത്വത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരോട് സംബന്ധിച്ച ഡോക്ടറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യപാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.